അല്ല, കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞു വന്നപ്പോ മുഴുവൻ പോത്തുപാടും ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്താ മീനോട് ഇത്ര പ്രിയം? കഴിഞ്ഞ പ്രാവശ്യം വന്നേച്ചോ ഇപ്പൊ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നേ. കൊളസ്ട്രോൾ 300, ആൻജിയോഗ്രാം വരെ ചെയ്യേണ്ടി വന്നു. നീ മാസിക കഴിച്ചോണ്ടിരിക്കുവാണോ? മാസിക വായിക്കുന്നത് കേട്ടോ. ചേട്ടത്തിയുടെ മീൻകറി അടിപൊളിയാ. അതിന് ഉപ്പും മുളകൊന്നും പിടിക്കാൻ സമയമായിട്ടില്ലല്ലോ. നന്നായി പിടിച്ചിട്ടുണ്ട്. നീ എവിടെ പോവാ? എടാ വന്നിച്ചിരി കപ്പയും മീനും കഴിച്ചു പോ. ചേട്ടത്തെ സ്നേഹത്തോടെ ഉണ്ടാക്കിയല്ലേ. അതിന് ഇപ്പോഴത്തെ പിള്ളേർക്ക് വല്ല ഇതിന്റെയൊക്കെ ടേസ്റ്റ് മനസ്സിലാവോ? കണ്ടില്ല എഴുന്നേറ്റ് വരുന്ന സമയം, മണി ഉച്ചയായി. പാപ്പാ ഫിഷ് ഫ്രൈ ഒന്ന് തരാമോ? താങ്ക്സ്. പാപ്പാ ഫിഷ് ഫ്രൈ വേണ്ട, ഓട്സ് കഴിക്ക്. ഒരു ക്യാരറ്റ് എടുത്തോട്ടെ. എന്നാണത്? ബർഗറാപ്പാ, ടൗണിൽ പോയി TFC തുടങ്ങി അവിടുന്ന്. കേട്ടില്ലേ, ബർഗർ. നീയൊക്കെ അല്ല വേറെ വല്ലതും ഇത് കഴിക്കുവോ? എടി 2 റൊട്ടിക്കകത്തോട്ട് ചിക്കൻ പീസ് വെക്കും, എന്നിട്ട് അതിനകത്തോട്ട് ഈ സവോളയും തക്കാളിയും കൂടെ അരിഞ്ഞങ്ങോട്ട് തിരിക്കും. അത് മേടിച്ച് കഴിക്കാൻ ഇവനെ പോലുള്ള പൊട്ടന്മാരും സായിപ്പ്മാരുടെ ഒരു ബുദ്ധിയേ. അതിനാ സായിപ്പന്മാരുടെ ഇപ്പൊ ഒരു പുച്ഛം. അത് നമ്മുടെ ഈ നാടൻ ഫുഡ് തന്നെയാണ് ബെസ്റ്റ്. അതുകൊണ്ട് എൻ്റെ ഓട്സ്, അവരുടെ ഓട്സ് ബെസ്റ്റാ. പുതിയതാ, കൊറേ ഉണ്ട്. ഇത് കൊള്ളാല്ലേ, ഇത് കുറച്ചും കൂടെ കൊള്ളാം. ഇത് കണ്ടോ? നിനക്ക് ഈ ചളിറിയിലൊക്കെ നിർത്തിക്കൂടെ? പോടാ, നീ വലിയ ലൈബ്രറിയിൽ നീ ഇവിടെ വരുന്ന? നീ പോടാ. ഈ സോങ് നമുക്ക് നോക്കിയാലോ? അത് പൊളിക്കും. നമുക്ക് ലഞ്ച് ബ്രേക്കിന് നോക്കിയാലോ? നിമി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ല ആ പ്രവീണോട് മിണ്ടരുതെന്ന്. എടാ അവനും നമ്മുടെ ബാച്ച് അല്ലേ, അവൻ വിളിച്ചാൽ ഞാൻ എങ്ങനെയാ പോകാതിരിക്കുന്നേ? പിന്നെ റംഷിയാണ് എന്റെ ഫ്രണ്ട് സോയുടെ ബ്രദറും. നിമ്മി ഇൻസ്റ്റേ പൊളിക്കുവാണല്ലോ. താങ്ക് യു ഡി. അവര് തള്ളിയതാടി. അല്ല, അവരെ നടപ്പത്ര ശരിയൊന്നല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തൽക്കാലം നീ അവരെ നടപ്പ് നന്നാക്കാൻ നിൽക്കണ്ട, ആദ്യം നീ ഒന്ന് നടന്നു കാണിക്കോ. എനിക്കെന്താടി ഒരു കുഴപ്പം? ഈ കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് അല്ലേ ഞാൻ? പോരാത്തതിന് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, ക്യൂസ് ക്ലബ് ക്യാപ്റ്റൻ, മ്യൂസിക് ടീം ലീഡർ. അല്ലാതെ നിന്നെ പോലെ പഠിപ്പിച്ചു മാത്രമല്ല. ഈ പറഞ്ഞ മ്യൂസിക് ടീമേ ഈ നിമ്മി ജോർജ് കുളത്തുങ്കൽ ഉള്ളതുകൊണ്ട് മാത്രം നടന്നു പോകുന്ന, അത് മനസ്സിലാക്കിയാ കൊള്ളാം. ഓ ശരി ചിത്ര ചേച്ചി. അതെ, നാളെ പള്ളിയിൽ നേരത്തെ എത്തിയേക്കണം. കൊയർ പ്രാക്ടീസ് അങ്ങനെ ലേറ്റ് ആയാലേ പുത്തൻ കടുപ്പിൽ വെച്ചെന്നെ നല്ല കടുപ്പത്തിൽ കിട്ടും.